നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാലത്തെ പകർത്തിയ കവിതകളായി കവിസമ്മേളനം. സംസ്കാരത്തിന്റെ മഹിമ സമൂഹം തിരിച്ചറിയുന്നില്ലെന്ന് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. പറപ്പുത്തടം മാങ്കുളം സുലൈമാൻപടി റോഡ് നവീകരണം തുടങ്ങി. കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങുമായി താനൂർ നഗരസഭ. തിരൂർ നടുവിലങ്ങാടി വളവിൽ വാഹനാപകടം. വിശദമായ വാർത്തകൾ. രാജ്യത്തിന്റെ സമകാലികാവസ്ഥയുടെ പ്രതിഫലനവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കവിതകൾ തുഞ്ചൻ പറമ്പിൽ നിറഞ്ഞു. തുഞ്ചൻ ഉത്സവത്തിന്റെ ആദ്യ ദിനത്തെ വ്യത്യസ്തമാക്കി കവിസമ്മേളനം. ഭാഷയും സാഹിത്യവും സംസ്കാരവും ജീവിതവും ചർച്ചയാകുന്ന തുഞ്ചൻ ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ കോഴിക്കോട് ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കവിസമ്മേളനം കാലത്തെ പകർത്തിയ കവിതകളുടെ സാന്നിധ്യമായിരുന്നു. ചരിത്രശൂന്യനിലയെ പിന്തള്ളി സാന്നിധ്യമായി തീരുന്നൊരു റോഡ് മുറിച്ച് സ്പെൻസർ ജംഗ്ഷൻ വഴി മുന്നോട്ട് നടന്ന് എസ് ജോസഫ്, മാധവൻ പുറച്ചേരി, ഇന്ദിര അശോക്, പി എം ഗോവിന്ദനുണ്ണി, എം എസ് ഫനേഷ് ശൈലൻ, എസ് കലേഷ്, ആര്യാംബിക, അശോകൻ മറയൂർ, സുജിഷ്, അലീന എന്നിവർ കവിതകൾ ആലപിച്ചു. വെട്ടന്യൂസ് തിരൂർ. സംസ്കാരത്തിന്റെ മഹിമ സമൂഹം തിരിച്ചറിയുന്നില്ലെന്ന് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുഞ്ചൻ കലോത്സവം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം മറന്ന് ജീവിക്കുകയാണ് ഇന്നത്തെ സമൂഹമെന്നും വേഷം മാറിയാലും സംസ്കൃതി മാറില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ ആധുനിക, അത്യുന്താധുനിക അല്ലെ ഉത്തരാധുനിക സംഘം പറയുന്നത് കല ഹൃദയസ്പർശിയാവരുതെന്നാണ്. ബഹിസ്വരത വേണം, ആർക്കൊന്നും മനസ്സിലാകാൻ പാടില്ല. ഹൃദയസ്പർശിയായി കഴിഞ്ഞാൽ കണ്ണുകൾ നിറയ്ക്കുന്നത് ശരിയായ കലയല്ല എന്നാണ് ഇപ്പോഴത്തെ ആധുനിക കലാകാരന്മാർ പറയുന്നത്. ഹൃദയസ്പർശിയാകാൻ പാടില്ല, ബുദ്ധി പ്രക്ഷാളനമാണ്. ബുദ്ധി. ആദ്യമായാണ് തുഞ്ചൻ ഉത്സവവും തുഞ്ചൻ കലോത്സവവും ഒരാൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുവെന്നും ഹൃദയഗീതങ്ങളുടെ കവിയായ ശ്രീകുമാരൻ തമ്പി അതിനർഹനാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അസാന്നിധ്യത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം സുധി കോഴിക്കോട് മുഖ്യാതിഥിയായി. UA മജീദ് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2024-25 വർഷത്തേക്കുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ബജറ്റ് അവതരിപ്പിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, കിടപ്പ് രോഗികൾ, ക്യാൻസർ, കിഡ്നി, കരൾ രോഗികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തൊഴിൽ സംരംഭകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കാവുന്ന വിധത്തിലുള്ള പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറുകളിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്. ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും. ഈ പദ്ധതിക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് KSRTCയുടെ സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ആരംഭിക്കും. ഇതിനായി 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ബജറ്റ് അവതരിപ്പിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. ചെറിയമുണ്ട പഞ്ചായത്തിലെ പറപ്പുത്തടം മാങ്കുളം സുലൈമാൻപടി റോഡ് പ്രവൃത്തി ആരംഭിച്ചു. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും ഡ്രൈനേജിന്റെ അഭാവം മൂലം വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതാകുകയും ചെയ്ത റോഡാണ് നവീകരിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പറപ്പുത്തടം മാങ്കുളം സുലൈമാൻപടി റോഡ് നവീകരണം തുടങ്ങി. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ O സൈദലവി, NA നസീർ, CK അബ്ദു, CK ഹൈദർഹാജി, CK ഹിദായത്തുള്ള, MP അഷറഫ്, സുലൈമാൻ, പുഴക്കൽ അലവിക്കുട്ടി, ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങുമായി താനൂർ നഗരസഭ. വീടുകളിൽ അശരണരായി കഴിയുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ വിതരണ ഉദ്ഘാടനം താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു.
വീടുകളിൽ അശരണരായി കഴിയുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ വിതരണം താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സംഘടിപ്പിച്ചു. താനൂർ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP അലി അക്ബർ, CP ഫാത്തിമ, ജയപ്രകാശ്, ആബിദ് വടക്കയിൽ, മെഡിക്കൽ ഓഫീസർ ഷംജിത തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. തിരൂർ നടുവിലങ്ങാടി വളയിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ട്രാൻസ്ഫോമറിലിടിക്കുകയായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.